ഹലോ, വെൽക്കം ബാക്ക്. ഉലുവ മാങ്ങ അച്ചാറുകളുടെ രാജ്ഞി. വർഷങ്ങളോളം കേടുകൂടാതിരിക്കുന്നൊരു അച്ചാറാണ്. നല്ല ടേസ്റ്റുമാണ്. ഇതിനായി എടുത്തിരിക്കുന്നത് 2 കിലോ പച്ച മാങ്ങ. മൂത്തതും ചൊനച്ചതുമായ എല്ലാ മാങ്ങയും എടുക്കാം. അതെടുത്ത് കഴുകി, ഞെട്ടധികം കളയണ്ട, കഴുകി വൃത്തിയാക്കി അതൊന്ന് ചെറുതായി മുറിച്ചിട്ടുണ്ട്. 2 പള്ളയും കട്ട് ചെയ്ത്, പിളർന്നിട്ടില്ല, അല്ലാതെ കട്ട് ചെയ്യുക. അപ്പോൾ അതിലേക്ക് മസാലകളെല്ലാം പിടിച്ച് ഉപ്പും പിടിച്ച് നല്ല ടേസ്റ്റായി നമുക്ക് കിട്ടും. അങ്ങനെ പിളർന്ന് എല്ലാ മാങ്ങയും എടുക്കുക. വെള്ളമെല്ലാം കളഞ്ഞ് കഴുകി തുടച്ചാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 2 കിലോ മാങ്ങ പള്ളയൊക്കെ പതുക്കെ പൊളിച്ച് എടുത്തിട്ടുണ്ട്. നാട്ടുമാങ്ങ, ചെറിയ മാങ്ങയാണ് ഏറ്റവും ഉത്തമം. അങ്ങനെയുള്ള 2 കിലോ മാങ്ങയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതെല്ലാം പള്ള പൊളിച്ച് എടുത്ത് മാറ്റി വച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 250 ഗ്രാം ഉപ്പ്, കഴുകി വൃത്തിയാക്കിയ ഉപ്പും കല്ലോ അല്ലെങ്കിൽ ഉപ്പും പൊടിയോ, ഏകദേശം 250 ഗ്രാം, 1 കിലോയ്ക്ക് 125 ഗ്രാം എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 200 ഗ്രാം മുളക് പൊടി, അത് കാശ്മീരി സാദയും കൂട്ടിയാണ്. എരിവനുസരിച്ച് 100 അല്ലെങ്കിൽ 150 50 എന്ന റേഷ്യയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. എങ്ങനെയായാലും 200 ഗ്രാം മുളക് പൊടി, കാശ്മീരിയും സാദയും കൂട്ടി രണ്ടും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി ഈ കൂട്ടിലേക്ക് വേണ്ടത് 100 ഗ്രാം ഉലുവ പൊടിച്ചതാണ്. ഉലുവ പതുക്കെ വറുത്ത് തണുത്ത് കഴിയുമ്പോൾ നന്നായി പൊടിച്ചെടുത്ത ഒരു 100 ഗ്രാം ഉലുവപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് വേറെ ഒരു മസാലയും ചേർക്കുന്നില്ല. 100 ഗ്രാം ഉലുവ ചേർത്തൊന്നും കയ്പൊന്നും ഉണ്ടാകില്ല. ഇതിവിടെ തന്നെ പൊടിച്ചെടുത്തതാണ്. നന്നായി വെളുത്തിരിക്കുന്ന ഉലുവപ്പൊടി കുറേ കാലം കഴിയുമ്പോൾ മാങ്ങയിലെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റും ഫ്ലേവറായിട്ട് കിട്ടും. അപ്പോൾ 2 കിലോ മാങ്ങയ്ക്ക് 250 ഗ്രാം ഉപ്പ്, 200 മുളക് പൊടി, 100 ഉലുവപ്പൊടി, കൂടെ തന്നെ ഒരു 3/4 കപ്പ് 200 ml നല്ലെണ്ണ ബോയിൽ ചെയ്ത് തണുപ്പിച്ചെടുത്തേക്കുന്നതാണ്. ഇത്രയും ആണ് ഇതിലേക്ക് ആവശ്യമുള്ളത്. നമ്മൾ മിക്സ് ചെയ്ത മുളക് പൊടിയിൽ നിന്നും കുറച്ച് മാറ്റി വെച്ചിട്ട് നേരത്തെ മാറ്റി വെച്ചിരുന്ന മാങ്ങ ഇതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉള്ളിലോട്ടും എല്ലാ സൈഡിലോട്ടും നന്നായി ഇളക്കി എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന എണ്ണ തിളപ്പിച്ച് ആറ്റിയ എണ്ണ കുറേശ്ശെ ഒഴിച്ച്, എണ്ണ ഒഴിക്കുമ്പോൾ മസാല ഒന്നും കൂടി മാങ്ങയിൽ കയറി പിടിക്കുന്നതാണ്. കൂടെ തന്നെ മാറ്റി വെച്ച മുളക് പൊടിയും ഇടയ്ക്ക് ചേർത്ത് എല്ലാം കൂടി നന്നായി തിരുമ്മി യോജിപ്പിക്കുക. ഇങ്ങനെ തിരുമ്മുന്നതിലാണ് ഇതിൻ്റെ പ്രത്യേകത. ഇടയ്ക്കിടയ്ക്ക് എണ്ണയും മുളക് പൊടി ഒഴിച്ച് എല്ലായിടത്തും ആക്കി തിരുമ്മി യോജിപ്പിക്കുക. ദീർഘകാലം ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിലുപയോഗിക്കുന്ന പാത്രങ്ങളും സ്പൂണും എല്ലാം നല്ല ഉണക്കി ഡ്രൈ ആക്കി എടുക്കണം, അല്ലെങ്കിൽ കേടുകൂടുന്നതാണ്. ഇപ്പോൾ ഏകദേശം എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നല്ല വൃത്തിയുള്ളൊരു ഭരണിയിലോട്ട് ഇത് പകർത്തുക. ബാക്കിയുള്ള മുളക് പൊടിയും ഇടയ്ക്കിടയ്ക്ക് തൂവി കൊടുത്ത് മാങ്ങ അതിലേക്ക് അടക്കി വയ്ക്കുക. ഇപ്പം എല്ലാം ഭരണിയിലോട്ട് പകർത്തിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള എണ്ണയും ഒഴിച്ച് നമുക്കിത് അടച്ച് വയ്ക്കാം.
ഒരു 3-4 മാസം കഴിഞ്ഞിട്ട് എടുത്ത് നോക്കിയാൽ മതി. അപ്പോഴേക്കും എല്ലാം മിക്സായി നല്ല വെള്ളമൊക്കെ വന്ന് നല്ല ഭംഗിയായും നല്ല ടേസ്റ്റായി നമുക്ക് കിട്ടുന്നതാണ്. വർഷങ്ങളോളം കേടുകൂടാതിരിക്കുന്ന ഉലുവ മാങ്ങ നമ്മുടെ അച്ചാറുകളുടെ രാജ്ഞി പ്രിപ്പറേഷൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് ഭരണിയുടെ അടപ്പം വെച്ച് അടച്ച് വീണ്ടും വാഴയിലയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവറോ തുണിയോ കെട്ടി ഇരുട്ടായ എവിടെയെങ്കിലും കീപ്പ് ചെയ്യാവുന്നതാണ്.